അയക്കണ്ട, താഴെ ഇട്ടാക്കല്ലേ, കൂട്ടി പിടിക്കണേ. ഇവിടുന്ന് ഉറക്കരുത്, മേളിൽ ചെന്നിട്ടാക്കാവുള്ളൂ. ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ വല നോക്കാനായിട്ട് പോകണേ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ബന്ധുക്കളൊക്കെ കേട്ടോ. മുടിക്കണ്ട എപ്പോഴും ആന ഓടിച്ചിട്ടിരിക്കുന്നത്. വഴിയിൽ കിടന്നിരുന്ന ഉള്ളി ഇങ്ങോട്ട് വരാൻ വഴിയില്ലാത്തതുകൊണ്ട് അടിച്ച് കൊള്ളക്കളഞ്ഞു. നമുക്കൊന്ന് ഫ്രോ പറഞ്ഞ് നോക്കണം, പിന്നെ വല കെട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നോക്കണം. അതുകൊണ്ട് ഇതൊക്കെ മുള്ളമ്പന്നിയുടെ പരിപാടിയാണ്. ഇത് കിഴങ്ങൊക്കെ വന്ന് തിന്നുന്ന. നമ്മളപ്പം ഡാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഒരു 5 മിനിറ്റേ ഉള്ളേ ഡാമിലേക്ക് പോകാനായിട്ട്. പിള്ളേരൊക്കെ ഇവിടെ ചൂണ്ടാടാൻ തുടങ്ങിയിട്ടുണ്ട്. പപ്പ പറ വെള്ളം എടുക്കാൻ പോകാം കേട്ടോ. നമുക്ക് ആ വള്ളത്തെ കയറി വല നോക്കാൻ പോകാം. ഇതാ നമ്മുടെ പ്യൂണിയും കൂടെ വന്നിട്ടുണ്ടേ. പ്യൂണിതാ മസാജിങ് ഒക്കെ ആസ്വദിച്ചങ്ങ് ഇരിക്കുക കേട്ടോ. നമ്മളിതാ ചൂണ്ടയൊക്കെ എറിഞ്ഞ് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് ഇവിടെ നിൽക്കാനൊക്കെ സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കാടായിരുന്നു. പണ്ട് ഇവിടെ ബോട്ട് വന്നുകൊണ്ടിരുന്ന കേട്ടോ. ഇത് ബോട്ട് കടവായിരുന്നു. പണ്ട് ഇവിടുന്ന് ബോട്ടിനാട്ടോ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ബോട്ടും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം വെള്ളമായിരുന്നു, പിന്നെ ബോട്ട് വന്നു. പിന്നെ അങ്ങനെ വള്ളത്തിലൊന്നും ആരും യാത്ര ചെയ്യാറില്ല. എല്ലാവർക്കും തന്നെ വാഹനങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മളൊന്ന് ഫ്രോ എറിഞ്ഞ് നോക്കുവാണേ. നേരത്തെ നമ്മുടെ ചൂണ്ടയിൽ മീൻ അടിച്ചു പോയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്രോ എറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും കിട്ടത്തില്ല. അത് വേറെ കാര്യം. ഒരെണ്ണം അങ്ങനെ അടിച്ച് പോയതുകൊണ്ടേ ഒരു പ്രതീക്ഷ എന്തെങ്കിലും കിട്ടുമെന്ന്. നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഫ്രോ ഒക്കെ എറിഞ്ഞിട്ട് നമുക്ക് ഈ തവണ ഒന്നും കിട്ടിയില്ലേ. ഇപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി വലനോട്ടം കേട്ടോ. പപ്പ വെള്ളമായിട്ട് വരുന്നുണ്ടേ. ഫ്രോ നമ്മൾ ചുമ്മാ എറിഞ്ഞ് നോക്കിയാൽ മീൻ കിട്ടാൻ സാധ്യതയുള്ളൂ വലയിലേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വല നോക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ആ ചുമന്ന കളറിൽ പൂത്തിരിക്കുന്ന മരം കണ്ടോ, അതെല്ലാം മരുതാണ്. അപ്പോൾ ഈ മരുത് പോക്കുന്ന സമയമാണ്. പൂത്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും. നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ കട്ടല വല നോക്കാനായിട്ട് പോകണേ. നമ്മുടെ ഏറ്റവും വലിയ വല ഇതാണ്. നമുക്ക് നേരത്തെ 17-16 കിലോയുള്ള കട്ടലയൊക്കെ പിടിച്ച് ഈ വലയ്ക്ക് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്താണ് പിടിച്ചത്. ഇതുകൊണ്ട് ഈ ഒരു മരക്കൂട്ടം നിൽക്കുന്നുണ്ടോ, ഇതൊരു ദീപം കേട്ടോ. ചുറ്റും വെള്ളം കയറി കിടക്കുകയാണേ. നമ്മൾ വല നോക്കിക്കൊണ്ടിരിക്കുകയാണേ. വലയൊന്നും പൊക്കി നോക്കേണ്ട കാര്യമില്ല. പൊങ്ങിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് മീൻ പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. ഇനി പിടിക്കുന്ന വലിയ മീനെ പിടിക്കത്തുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതുകൊണ്ട് വേറൊരു മരം പൊത്തിക്കുന്നുണ്ടോ. ഇത് പ്ലാഷ് എന്ന് പറയുന്ന മരം കേട്ടോ. പ്ലാഷ് ഇതിങ്ങനെ നിറച്ച് പൂക്കുവേ. അപ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇലയില്ലാതെ പൂക്കൾ തീ പോലെ ഇരിക്കും. പിന്നെ പൂക്കൾ കേട്ടോ നല്ല ഭംഗിയാണ്. ഇത് പൂത്ത് വരുന്നുള്ളേ. പൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തരാം കേട്ടോ. നമ്മൾ വലയൊക്കെ നോക്കിയിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിന് ഈ വലയ്ക്കൊന്നും ഇല്ല. ഇനിയിപ്പം മുകളിൽ വേറൊരു വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കാം നമുക്ക്. പിന്നെ മീൻ കിട്ടുന്ന സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് മീനൊക്കെ ആഴങ്ങളിലേക്ക് പോകും. ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഇപ്പോൾ കിട്ടുന്ന കട്ടലയാണേ. കട്ടലെന്ന് വെച്ചാൽ നല്ല സൈസുള്ള കട്ടല മാത്രമേ പിടിക്കുന്നുള്ളൂ. ചെറുതൊന്നും കിട്ടുന്നേ ഇല്ല. 10, 15, 20 കിലോ ഉള്ള മീനൊക്കെ പിടിക്കുന്നത്. അപ്പോൾ നമ്മളിതാ അടുത്ത വല നോക്കാനായിട്ട് പോകണേ. ജീവനുണ്ട്. ഇതാ നമ്മുടെ വലയ്ക്ക് മീനുണ്ട് കേട്ടോ. ഗോൾഡ്. എനിക്കതൊന്ന് അടുപ്പിച്ചങ്ങോട്ട്. കഴിക്കണ്ട, എടുത്തോണ്ടെങ്കിൽ കഴിക്കണ്ട അല്ലേ. കിടക്കട്ടെ. ഇന്നലെ കെട്ടിയതാണത്.
ഗോൾഡ് ഫിഷൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ, വല്ലപ്പോഴും കിട്ടിയിട്ടുള്ളേ. മീൻ കയറി പിടിച്ചിട്ട് വലയിരിക്കുന്നുണ്ടോ, എല്ലാം ചുരുട്ടിക്കളഞ്ഞേ. ഈ ചുരുക്കെടുക്കണമെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ നമ്മൾ വലയെല്ലാം നോക്കി തീർന്നു. നമുക്ക് ആ കിട്ടിയ ഒറ്റ മീനാണ് കേട്ടോ. കുഴപ്പമില്ല, 2-3 കിലോ വരുന്ന ഗോൾഡ് ഫിഷാണേ. പിള്ളേർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷമാകും. നമുക്ക് അമ്മമാരുടെ അടുത്തേക്ക് പോകാം. അല്ല, മീനെ കൊണ്ടോടാ, മീനെ കൊണ്ടുപോ. പിടിച്ചോ? കറി വെക്കാനുള്ള ഒന്നും കിട്ടിയില്ല. താഴെ ഇട്ടാക്കല്ലേ, കൂട്ടി പിടിക്കണേ. ഇവിടുന്ന് ഉറക്കരുത്, മേളിൽ ചെന്നിട്ടാക്കാവുള്ളൂ. അങ്ങോട്ടോ വീണ്ടും പോകണം. നിങ്ങള് ഇല്ല, ഈ ചൂണ്ട വരുമോ? ആ ചൂണ്ടെടുത്ത് അറിയാവോ അത്? ഗോൾഡ് ഗോൾഡ് കുടഞ്ഞിട്ടാ, ഇങ്ങോട്ട് കുടഞ്ഞിട്ട് ജീവനുണ്ടേ. എന്റെ സാധനം ഇവിടെ നോക്കട്ടിയാ, നോക്കി പിള്ളേരെ നോക്കി പിന്നെ ആണ്ടി കൊടുന്നില്ല. ഇത്ര പേര് നിൽക്കുന്നില്ല, അമ്മ പെട്ടെന്ന് പോയി പിടിക്കാം. കുടഞ്ഞിട്ട് പോനെ, കുടഞ്ഞിട്ട് ആ ഗോൾഡ് ബാക്കിയുണ്ട്. ആ ഗോൾഡ് കിട്ടാൻ നിൽക്കുന്നുണ്ട്. നടുക്കൊണ്ടേ കൂട്ടാറ് കണ്ടില്ലേ? അപ്പോൾ നമ്മളിതാ കിട്ടിയ മീനായിട്ട് വീട്ടിലേക്ക് പോകണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് പിന്നെയും കാണാം കേട്ടോ.